നിഖിൽ ചേരുകയാണ്. നിഖിൽ, ഇന്നിപ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇനി ശേഷിക്കുന്നത്? എപ്പോഴാണ് ഡോക്ടർ റാമിനെ കണ്ണൂരിലേക്ക് എത്തിച്ചത്? ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുടകിൽ നിന്ന് റാമിനെ പിടികൂടുന്നത്. പിന്നീട് കണ്ണൂരിലെത്തിച്ചു. രാവിലെ 9:20 തന്നെ റാമിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴേതായാലും റാമിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. 3 മണിക്കൂറോളം നേരം കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ റാം ഉണ്ടായിരുന്നു. റാമിനെ ഈ സമയത്ത് വിശദമായി തന്നെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് റാമിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുക. ഏതായാലും ഈ നിതിൻ രാജ് അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുന്നു. അതിനുശേഷം ഇന്ന് കൃത്യം 100-ാം ദിവസമാണ്. നിതിൻ രാജ് ജീവനൊടുക്കിയിട്ട് ഇന്ന് 100-ാം ദിവസമാണ്. ആ 100-ാം ദിവസത്തിലാണ് കേസിലെ 1-ാം പ്രതിയായ ഡോക്ടർ MK റാം, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ MK റാം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ പിടിയിലാകുന്നത്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലെ വിവിധ ഇടങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ അദ്ദേഹം മാറി മാറി താമസിക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പിന്നാലെ പോയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന്, അതായത് സുപ്രീം കോടതി അടക്കം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഇന്ന് കീഴടങ്ങുക എന്നതായിരുന്നു ഡോക്ടർ റാമിൻ്റെ തീരുമാനം. അതുപ്രകാരം മംഗലാപുരം ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. ആ വരുന്ന സമയത്ത് കുടകിൽ വെച്ച് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അദ്ദേഹത്തെ പിടികൂടി എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പോലീസ് വച്ച് ഇതിൽ കൃത്യമായി ഈ പറയുന്ന കീഴടങ്ങാൻ വരികയായിരുന്നു എന്ന വേർഷൻ പോലീസിനില്ല. സ്വാഭാവികമായും അവർ പറയുന്നത് കുടകിൽ വെച്ച് പിടികൂടി എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ നമുക്കറിയുന്നത് പോലെ നിതിൻ രാജ് ഏപ്രിൽ 10-ാം തീയതി ജീവനൊടുക്കുന്നു. അതിനുശേഷം ആദ്യം ചക്രക്കൽ പോലീസ് ഈ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കുടുംബം വലിയ രീതിയിലുള്ള പരാതികൾ ഉയർത്തുന്നുണ്ടായിരുന്നു. ഈ ഡോക്ടർ റാമിൻ്റെ ജാതി അധിക്ഷേപമാണ് നിതിൻ രാജ് ജീവനെടുക്കാനുള്ള കാരണം. ഒപ്പം ഈ ഡോക്ടർ സംഗീത നമ്പ്യാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ മാനസികമായി നിതിൻ രാജിനെ തളർത്തുന്ന തരത്തിലുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ജീവനെടുക്കാൻ കാരണമെന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ലത എന്ന് പറയുന്ന അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ തന്നെ മറ്റൊരു അധ്യാപിക ഈ നിതിൻ രാജ് ലോൺ ആപ്പ് വഴി എടുത്ത ഒരു ലോണിൻ്റെ പേരിൽ തനിക്ക് നിരന്തരം ഭീഷണി കോളുകൾ വരുന്നു എന്ന് കാണിച്ചൊരു പരാതി നൽകുന്നത്. ആ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ അന്ന് കണ്ണൂർ പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് പിന്നീട് ഈ കേസ് അന്വേഷിച്ചത്. അതിൽ 2 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം പുരോഗമിച്ചിരുന്നത്. അതായത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനൊപ്പം തന്നെ ഈ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും. ഇതിൽ അന്വേഷണം നടന്നു വരുമ്പോഴും കുടുംബം കൃത്യം ഈ സംഭവം നടന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ചയോളം കാലം നിതിൻ രാജിൻ്റെ അച്ഛനും സഹോദരിയും മറ്റ് ബന്ധുക്കളുമൊക്കെ കണ്ണൂരിൽ നിന്നുകൊണ്ട് ഈ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പോലീസിൻ്റെ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്.